ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, സ്കൂളൊക്കെ അടച്ചിരിക്കുക, കുട്ടികളൊക്കെ എപ്പോഴും വന്ന് വിശക്കണു എന്ന് പറയുന്നുണ്ടാവില്ലേ. അപ്പോഴേ പുറത്തെ പലഹാരങ്ങൾ എപ്പോഴും മേടിച്ചു കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അരി ഉണ്ടാകും. നമുക്ക് കുട്ടികളെ പറ്റിക്കാൻ വേണമെങ്കിൽ റൈസ് ലഡു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മട്ട അരി ഒരു 1.5 ഗ്ലാസ് എടുത്ത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നന്നായിട്ട് വെള്ളം വന്ന് കിട്ടും കേട്ടോ. അതിന് ശേഷം അരി നന്നായിട്ട് പാനിലിട്ട് ചൂടാക്കണം. ചൂടായിട്ട് നന്നായിട്ട് പൊട്ടി വരും. പൊട്ടി വരുന്ന സമയത്താണ് ഒരു 10 മിനിറ്റ് എന്തായാലും എടുക്കും കേട്ടോ. ഇത്രയും അരി നമുക്ക് ചൂടായി വരാൻ നല്ലോണം മലര് പൊരിയണ പോലെ പൊരിഞ്ഞ് വരുന്ന സമയത്ത് നല്ലോണം ചൂട് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടണം, എന്നാലേ അരി പൊടിഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ അരി ആദ്യം പൊടിച്ചെടുക്കണം. അരി പൊടിച്ചെടുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാവൂ. ആദ്യം ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അരി പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ കാഷ്നട്ടോ അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കാഷ്യൂണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബദാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അരി പൊടിഞ്ഞതിന് ശേഷം തേങ്ങയും ശർക്കരയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് തിരിച്ചെടുക്കുക. കയ്യിൽ കുറച്ച് നെയ്യും കൂടെ പരറ്റി കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം ശർക്കര പാനി വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ശർക്കരയാണ്, എൻ്റെ ശർക്കര പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ എല്ലാം ഉണ്ട് ഇതേപോലെ ശരിയായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷനിൽ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളും നാടൻ പലഹാരങ്ങളൊക്കെ കുട്ടികളെ ശീലിപ്പിക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കി വെക്കുമ്പോൾ എൻ്റെ മോൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ സൈഡിൽ. വീഡിയോ എടുത്താൽ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്